എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ അമൽനാഥാണുള്ളത്. അമൽനാഥ്, ഞാൻ മനസ്സിലാക്കുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരി എറണാകുളത്ത് വളരെ ശ്രദ്ധേയമായൊരു നിയോജക മണ്ഡലമായിരുന്നു. മന്ത്രി പി രാജീവാണ് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ്. UDF ജയിച്ചു വന്നൊരു മണ്ഡലത്തെ പിടിച്ചുകൊണ്ടാണ് 2021 അദ്ദേഹം നിയമസഭയിലേക്ക് പോയതും. അമൽനാഥ് ചേരുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, വളരെ ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ കമൻറ്റ് പങ്കുവച്ചിരിക്കുന്നത് കൂടി ഞാൻ ഇതിനിടയിൽ കാണുകയുണ്ടായി. ഞാനതൊന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അമൽനാഥിലേക്ക് വരാം എന്ന് പറയുന്നു. അതായത് അടുത്ത പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ഇതിനിടയിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ഇടയിൽ നിന്ന് വായിക്കാൻ ഇടയായി എന്നതുകൂടി പറയട്ടെ. അതുപോലെ എല്ലാവരും സീറ്റുകൾ എത്ര സീറ്റ് എന്ന് പ്രവചിക്കുന്ന ഒരു സമയമാണ്. 100-ൽ പരം സീറ്റുകളൊക്കെയാണ് പലരും LDFന് വേണ്ടി ഇപ്പോൾ അവർ പ്രവചിക്കുന്നത്, അവരുടേതായ കാൽക്കുലേഷൻസ് പറയുന്നത്. നമുക്കത് അമലിലേക്ക് പോകാം. അമലിങ്ങനെ കളമശ്ശേരിയിൽ കാത്തു നിൽക്കുകയാണ്. അമൽനാഥ്, എങ്ങനെയുണ്ടായിരുന്നു കൊച്ചിയുടെ പൊതുവിലുള്ള ഒരു കലാശക്കൊട്ട്? കളമശ്ശേരിയിലായിരുന്നോ കലാശക്കൊട്ടിൻ്റെ സമയം അമൽനാഥ്? ശരത്, തീർച്ചയായും കളമശ്ശേരിയിലായിരുന്നു. വലിയ ആവേശം തന്നെയാണ് നമുക്ക് കളമശ്ശേരി മണ്ഡലത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. സൗത്ത് കളമശ്ശേരി കേന്ദ്രീകരിച്ചായിരുന്നു എല്ലാ മുന്നണികളും ഈ കലാശക്കൊട്ടിന്റെ ഭാഗമായി ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നത്. വലിയ ഒരു ആവേശം നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDFന് പലപ്പോഴും വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. UDFന്റെ കോട്ടകളിൽ പോലും ഇടത് ആധിപത്യമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഓരോ സ്ഥാനാർത്ഥികളും, ഇടതുപക്ഷത്തിന്റെ ഓരോ സ്ഥാനാർത്ഥികളും വലിയ രീതിയിൽ ജനസ്വീകാര്യത ഏറ്റുവാങ്ങുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. എല്ലായ്പ്പോഴും ഈ എറണാകുളം ജില്ലയിലും മണ്ഡലങ്ങളിലും ഒപ്പം തന്നെ കേരള സംസ്ഥാനത്തൊട്ടാകെയുള്ള വികസനങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ മറ്റൊരു സവിശേഷത, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം ഉള്ള പറവൂർ മണ്ഡലമുള്ളത് എറണാകുളം ജില്ലയിലാണ്. ആ പറവൂർ മണ്ഡലത്തിൽ അടക്കം ഇടത് സ്ഥാനാർത്ഥികൾക്ക് വലിയ ഒരു ആധിപത്യം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ പ്രതിപക്ഷ നേതാവിനെ മണ്ഡലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. അത്തരത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് പറവൂർ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അതോടുകൂടി പ്രതിപക്ഷ നേതാവ് അടക്കം മണ്ഡലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇടതാധിപത്യം തന്നെയാണ് പ്രചരണത്തിന്റെ തുടക്കം മുതലുണ്ടായിരുന്നത്. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു പ്രതീക്ഷ, അത് ഏറ്റവും അവസാനം ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലടക്കം ഇടത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചു. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതു പ്രവർത്തകർ ഉള്ളത്. ശരത്.